എനിക്ക് 1 ഇയർ കഴിഞ്ഞാൽ ഇത്രയും പണം, ഇത്രയും സാലറി അല്ലെങ്കിൽ ഇത്രയും വരുമാനം ഒരു മന്തിൽ വേണം. 1 ലാക്കോ 2 ലാക്കോ എഴുതാ. 5 ഇയർ കഴിഞ്ഞാൽ ഇത്രയും ലെവല് പണം വേണമെന്ന് എഴുതിക്കോ, ധൈര്യമായിട്ട് എഴുതിക്കോ. ഒരു പ്രശ്നമല്ല എഴുതാ. അപ്പൊ തന്നെ നമുക്ക് ഇതൊക്കെ മാറ്റാൻ പോകുന്നത്. ഒരു എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള വീഡിയോ അല്ല, നിങ്ങൾ മുഴുവൻ കാണുക. നിങ്ങൾക്ക് ചില ബോർ അടിക്കും കാണുമ്പോഴൊക്കെ, എനിക്കറിയാതെ എനിക്കും ബോറടിക്കും, നിങ്ങൾക്കും ബോറടിക്കും. പക്ഷെ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. പകുതി നിർത്തി പോകരുത്. ഹലോ, നമസ്കാരം എല്ലാവർക്കും. JP യൂണിവേഴ്സിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി മാനിഫെസ്റ്റേഷൻ ആണ്. പണത്തെ പറ്റിയിട്ടുള്ള കാര്യം, പണം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ എങ്ങനെ വളരുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പറയുക, ഞാൻ പണക്കാരനാകുവാൻ തയ്യാറാണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കണം, ഒരു ബുക്ക്, പെന്ന്, വെള്ളം ഇതൊക്കെ നമ്മുടെ കയ്യിൽ എടുത്ത് വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് എടുക്കുക, എഴുതുക. ബുക്ക് അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് ബോക്സിൽ എഴുതാം, ഐ ആം റെഡി, ഐ ആം ഹാപ്പി, ഐ ആം ജോയ്, ഐ ആം ഹെൽത്തി, ഐ ആം വെൽതി. ഈ ഒരു അഫർമേഷൻ ചാറ്റ് ബോക്സിൽ ഇടാം. നിങ്ങൾ ഇത് യൂട്യൂബിൽ കാണണമെങ്കിൽ അവിടെ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ അഫർമേഷൻ എല്ലാവരും എഴുതുക, നമ്മുടെ ബുക്കിലും എഴുതിക്കോളൂ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾക്ക് 4 പില്ലേഴ്സ് ഉണ്ട്, മീൻസ് 4 തൂണുകളുണ്ട്, അറിയാലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട തൂണാണ് ഈ പറയുന്ന പണം. പണം ഉണ്ടാക്കുവാൻ പുറമേ കുറെ കാര്യമുണ്ട്, മാർക്കറ്റിംഗ്, സെയിൽസ്, അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഈ പണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഉള്ളില് അകത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ പുറത്തുണ്ടാവുക. അപ്പൊ നമ്മൾ അകത്തിനെ മാറ്റുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു മരം നിൽക്കുന്നുണ്ടെന്നായിട്ട്, ഈ മരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വേരാണ്, തായ്വേരും വേരൊക്കെയാണ്. ഈ വേരാണ് ഈ മരത്തിന് അത്രയും പവർഫുൾ നിർത്തിക്കുന്നത്. അപ്പൊ ഇതിനെ കൊടുക്കുന്ന വെള്ളവും വളവും നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ, നല്ല വെള്ളവും വളവും കൊടുത്തു കഴിഞ്ഞാൽ ഈ മരം നല്ല ഫലം ഉണ്ടാക്കും, അറിയാലോ. ഇതുപോലെ തന്നെ നമ്മുടെ മൈൻഡിന് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫലവും നമ്മൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ അകത്താണ് എന്തും നടക്കുന്നത്. ഈ അകത്തുള്ള ശക്തിയെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവിടെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറഞ്ഞ പണം നമ്മളിലേക്ക് എത്ര വേഗം വരാൻ പറ്റുമോ അത്രയും വേഗം വരികയും ചെയ്യും. എത്ര അധികം വരുമോ അധികം വരികയും ചെയ്യും. അതും പരിധിയില്ലാതെ വരികയും ചെയ്യും, വന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കുക, അകം എപ്രകാരമോ അപ്രകാരമാണ് പുറവും. അപ്പൊ നമ്മൾ അകത്തെ മാറ്റാൻ പോവാണ്, അകത്തെ മാറ്റണം. ഓക്കെ, അപ്പൊ ഈ അകത്തെ മാറ്റണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള പഴയ ബിലീഫ് സിസ്റ്റം, നിങ്ങളുടെ നല്ല എല്ലാവരുടെയും ഉള്ളിൽ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. ഉദാഹരണമായിട്ട് നമ്മളുടെ മാതാപിതാക്കൾ കൈമാറി നിൽക്കുന്ന കുറച്ച് കാര്യം നമുക്കുണ്ട്. എന്താ വെച്ചാൽ ഇവര് എവിടെയാണ് നിൽക്കുന്നത്, ഒരു പ്ലേസ് ഉണ്ടാവും നിൽക്കുന്നത്. ഇവര് റിച്ച് ആവാം, പൂവർ ആവും. നമ്മൾ പറഞ്ഞത് പൂവർ ആണെങ്കിൽ, മാതാപിതാക്കൾ പൂവർ ആണെങ്കിൽ, അപ്പൊ ഇവര് പറയുന്ന ഒരു പാത്ത് ഉണ്ട്, ഒരു വഴിയുണ്ട്. ഇതേ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ എത്തുന്നത് അത് അവര് എവിടെ നിൽക്കുന്നുവോ അവിടെയേ നമ്മൾ എത്തുകയുള്ളൂ. വേറെ അതിൽ കൂടുതൽ കിടക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവര് പോയ വഴിയിലൂടെ പോവാതെ നമ്മൾ വേറെ വഴിയിലൂടെ പോകാൻ ശ്രമിക്കുക. അത്രയും കാലം നമ്മൾ കിണറ്റിലെ തവളയാണ്. ഈ കിണറ്റിൽ തവളയായിട്ട് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ മാത്രമേ പുറമേ ഒരു സമുദ്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ്. അപ്പൊ എങ്ങനെ ഇത് മാറ്റും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യമേ ഞാൻ പറയുന്നു, നമ്മൾക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, പേര് JP യൂണിവേഴ്സ് എന്നാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ നമുക്ക് കിട്ടുന്നതായിക്കോട്ടാം. ഓക്കെ, പിന്നെ ഓരോ മാസവും നമുക്ക് മെഡിറ്റേഷന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, അവിടേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് ഫുള്ളായിട്ട് മാറ്റാൻ പറ്റുന്ന മെഡിറ്റേഷൻ നടക്കുന്നത് കേട്ടോ. രാവിലെ 6:30 നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് മണി, പണം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. പണം ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. നിങ്ങൾ ബുക്ക് എഴുതിക്കോ,
പണം ഉണ്ടാക്കുവാൻ എളുപ്പമാണ് എന്ന് എഴുതി വെക്കുക. എല്ലാവരും എഴുതിക്കോ, പണം ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് എഴുതാം. ഓക്കെ, നിങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ടോ പണം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പണക്കാരെല്ലാവരും കഷ്ടപ്പെട്ടാണ് ഇത്രയും പണം ഉണ്ടാക്കിയത്, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെ എല്ല് മുറിയെ പണിയെടുത്താലേ പണം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ നമ്മളുടെ ഉള്ളിലെ ബിലീഫ് സിസ്റ്റം ആണ്. ഇതെല്ലാം ലിമിറ്റിംഗ് ബിലീഫ്. ഓക്കെ, ഈ ലിമിറ്റിംഗ് ബിലീഫിനെ നമ്മൾ മാറ്റുക. അപ്പോ ഈ പറയുന്ന സംഭവത്തിൽ മാറ്റാൻ പോകും നമ്മൾ ഇന്ന്. അപ്പോ ഇതാണ് നമ്മൾ. അപ്പോ നമ്മൾക്ക് അല്ലെങ്കിൽ ഇതൊരു പുവർ പീപ്പിൾ, നമ്മളിപ്പോ പുവർ പീപ്പിൾ ആണ്. ഇപ്പൊ ഇവർ റിച്ച് ആയിട്ടുള്ള ഒരാളുണ്ട്, ഈ റിച്ച് ആയിട്ടുള്ള ആളാണ് നമുക്ക് ഇനി ആവാൻ പോകേണ്ടത്. അപ്പൊ ഈ റിച്ച് ആയിട്ടുള്ള ആൾ ചിന്തിക്കുന്ന കുറച്ച് ചിന്തകളുണ്ട്, പ്രവർത്തികളുണ്ട്. ഇദ്ദേഹം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, രാവിലെ എണീക്കുന്നതും രാവിലത്തെ കാര്യം ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഇതുപോലെ നമ്മളും ആവുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോ ഈ പറയുന്ന ആളെ റിച്ച് ലൈഫ് സ്റ്റൈൽ ആണിത്. അപ്പൊ ഈ റിച്ച് ലൈഫ് സ്റ്റൈൽ നമ്മൾ കൊണ്ടുവരിക. ഓക്കെ, എന്ന് വെച്ച് നമ്മൾ പറയുന്ന പോലെ പണം വളരെയേറെ ഇങ്ങനെ ചെലവാക്കാൻ പറയുന്നത് റിച്ച് ആയിട്ടുള്ള കുറച്ച് ലൈഫ് സ്റ്റൈലുകൾ ഉണ്ട്. ഈ ലൈഫ് സ്റ്റൈൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറും. ഓക്കെ, ഇത്രയും പറയുന്നത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു വെച്ച കാര്യമാണ്. ഇനി ഇത് നമ്മളാണ്. ഈ പറയുന്ന നമ്മളുടെ മൈൻഡ് സെറ്റിൽ കുറച്ച് നെഗറ്റീവ് ചിന്താഗതികളുണ്ട്. ഒരു ഉദാഹരണം കഥ പറഞ്ഞുതരാം. ഒരു ലേഡി ഉണ്ട്. ഈ ലേഡി മീൻകറിക്ക് ഒരു മീൻ പാത്രമുണ്ട്. മീനിന്റെ പാത്രത്തില് എപ്പോഴും മീൻ പാത്രമൊക്കെ വലുത് തന്നെയാണ്. പക്ഷെ മീൻ പാത്രത്തില് മീനിടുമ്പോ മീനിന്റെ വാലും തലയും കളയും, എന്നിട്ട് മാത്രമേ മീനിലേക്ക് ഓരോ കഷ്ണം ഇടുള്ളൂ. ഓക്കെ, അപ്പോ ഈ ലേഡിയുടെ അടുത്തേക്ക് ഒരാൾ വരും. ആൾ ചോദിക്കും, എന്താണ് ഇങ്ങനെ ചെയ്യണത്, മീനിന്റെ വാലും തലയും കളയുന്നത്, അവിടെ നമുക്ക് നല്ല ഭാഗമുണ്ടല്ലോ, അത് ഉണ്ടാക്കി നോക്കും. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്റെ മാതാവ്, എന്റെ മദർ ഇതുപോലെയാണ് ചെയ്തിരുന്നത്, ഇങ്ങനെ വാലും തലയും കളയുന്ന പറഞ്ഞത്. അപ്പോ മാതാവിനോട് ചോദിച്ചു, അമ്മയോട് ചോദിച്ചു, പോയിട്ട് ആ ലേഡിയുടെ മദറിനോട് ചോദിച്ചു എന്താ കാര്യം. അപ്പൊ മദർ പറഞ്ഞ കാര്യം വെച്ചാൽ സൂക്ഷിച്ചിട്ടുള്ളൂ പറഞ്ഞ കാര്യം, എന്റെ വീട്ടിലെ ചട്ടി എന്ന് പറഞ്ഞത് വളരെ ചെറുതാണ്. ഈ ചട്ടി ചെറുതായ കാരണമാണ് ഞാൻ തലയും വാലും തല കിട്ടൂല, വാല് കിട്ടില്ല, അപ്പൊ തലയും വാലും കളയണത്. ഓക്കെ, അപ്പൊ ഇതേപോലെ വലിയ പാത്രം ലഭിച്ചിട്ട് പോലും ഈ പറഞ്ഞ ലേഡി എന്തുകൊണ്ട് തലയും വാലും മുറിച്ചു കളഞ്ഞു കളഞ്ഞിട്ടുള്ളത്. അത്രയും വലിയ പാത്രം ഉണ്ട്, പക്ഷെ കളയുന്നു. ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേ റാറ്റ് ലൈഫ് എന്ന് പറയാം, എലിയുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ ജീവിക്കണത്. അപ്പൊ ഈ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റുക. നിങ്ങളുടെ മാതാപിതാക്കൾ പോയ വഴി നമ്മൾ മാറ്റുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമ്മളെക്കാട്ടിൽ വലിയ പാത്രം, ഈ മൈൻഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഈ സംഭവത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്, എനിക്ക് ഇത്ര പറ്റുള്ള ചിന്ത കൊണ്ട് വെച്ചിട്ട് അത് അങ്ങനെ വെച്ച കാരണമാണ് ആ ലേഡിക്ക് അത്രയും പാർട്സ്, എത്ര മീൻ അങ്ങനെ മീനിന്റെ കുറെ ഭാഗം നഷ്ടപ്പെട്ടു പോകുന്നത്. വാലെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഭാഗം ഉണ്ടാവുമല്ലോ, വാലും തലയിലൊക്കെ നമുക്ക് പീസ് ഉണ്ടാവുമല്ലോ, അത് കളയല്ലോ, അതുപോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്ത വന്നു. ഓക്കെ, ഇത് ഉദാഹരണം പറഞ്ഞാണ്. അപ്പോ ഇവിടെ ആ ബ്ലോക്കേജുകൾ, ഇവിടെ നമ്മൾക്കുള്ള ബ്ലോക്കേജ്, ഇതുപോലുള്ള ബ്ലോക്കേജുകൾ മാറ്റുക എന്നുള്ള ലക്ഷ്യം. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികൾ ഇത് നമുക്ക് കളയുക. ഇത് കളയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഓപ്പൺ ടെക്നിക്കാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ഇനിയിപ്പോ നമുക്ക് നിങ്ങൾ ബുക്ക് എടുത്തിട്ട് എഴുതുക. ഒരു സമ്പത്തിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് ഫസ്റ്റ് കൊടുക്കുക. എനിക്ക് സമ്പന്നാകാൻ സാധിക്കുന്നു പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എത്രത്തോളം പണം വേണമെന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യമാണത്. പണം എത്ര വേണം, എനിക്ക് 1 ഇയർ കഴിഞ്ഞാൽ ഇത്രയും പണം, ഇത്രയും സാലറി അല്ലെങ്കിൽ ഇത്രയും വരുമാനം ഒരു മന്തിൽ വേണം. 1 ലാഖോ 2 ലാഖോ എഴുതാ. 5 ഇയർ കഴിഞ്ഞാൽ ഇത്രയും ലെവല് പണം വേണമെന്ന് എഴുതിക്കോ, ധൈര്യമായിട്ട് എഴുതിക്കോ. ഒരു പ്രശ്നമില്ല, എഴുതാ. അപ്പൊ തന്നെ നമുക്ക് ഇതൊക്കെ മാറ്റാൻ പോകുന്നത് ഇന്നത്തോടുകൂടി. ഓക്കെ, വേഗം എഴുതിക്കോട്ടെ എല്ലാവരും. ഇത്രയും പണം എനിക്ക് വേണമെന്ന് എഴുതി വെച്ചു. ഓക്കെ,
ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന കുറച്ച് ചിന്താഗതികളാണ് നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റാത്തത്. നമ്മുടെ മാതാപിതാക്കൾ പോയ വഴിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെവിടെ വന്ന് നിൽക്കുന്നുവോ അത്രേ ദൂരം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടെ പോകാൻ പറ്റില്ല. മനസ്സിലായി? ഓക്കെ. അപ്പോ ഈ പറയുന്ന നെഗറ്റീവ് ചിന്താഗതികളും ഈ ലിമിറ്റേഷൻസ് നമുക്ക് മാറ്റണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം വെച്ചാൽ ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർഗീവ് അറിയാലോ. ക്ഷമ എന്ന് പറയുന്നത് നമ്മള് മറ്റുള്ളവരുടെ അല്ല, നമ്മളോട് ക്ഷമിക്കുക. പലരും പറയും ക്ഷമ എന്ന് പറഞ്ഞാൽ അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. നെവർ. എല്ലാം ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മളോട് നമ്മൾ ക്ഷമിക്കുന്ന ക്ഷമ എന്ന് പറഞ്ഞാൽ ഞാനെന്ന വ്യക്തിയെ, ഞാൻ പണത്തെ ഇത്രയും അപമാനമായി കണ്ടു എന്നുള്ള ചിന്തകൾ നമ്മൾ മാറ്റുക. അതിൽ ഏറ്റവും ഉദാഹരണം ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് പറയുന്നതാണ്, പണക്കാര് എല്ലാവരും ചതിയിലൂടെ പണം ഉണ്ടാക്കിയത് അസൂയാക്കളാണ്, അഹങ്കാരികളാണ് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ പറയുന്നുണ്ടാവും. അപ്പൊ ഈ ചിന്താഗതി മാറ്റുക. ഓക്കെ. പണം ഉണ്ടാക്കുക ഒരു കഷ്ടപ്പാടാണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ഇതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകണം മൈൻഡിലൂടെ. ഡിലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് പണം വരുള്ളൂ. അപ്പോ ഡിലീറ്റ് ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം തന്നെ അതാണ് ഈ പറയുന്ന ഫോർഗീവ്. ഏറ്റവും നല്ല ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പണോ ചെയ്ത് കഴിഞ്ഞാൽ പണത്തിന്റെ ആ ഒരു ചിന്താഗതി നമ്മളെ ഫോർഗീവ് ചെയ്തിട്ട് പണത്തിന് ഇങ്ങനെ കണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് വിട്ട് കളയുക. ഇനി നമ്മൾ മാറ്റാൻ പോവാണ്. നിങ്ങളുടെ ബുക്കിൽ എഴുതിക്കോളൂ. ബുക്കിൽ എഴുതുന്ന കാര്യം വെച്ചാല് എനിക്ക് സമ്പന്നനാകാൻ അർഹതയുണ്ട്, യോഗ്യതയുണ്ട്. എനിക്ക് സമ്പന്നനാകാൻ യോഗ്യതയും അർഹതയും ഉണ്ടെന്ന് എഴുതി വയ്ക്കുക. കറക്റ്റ് എഴുതിച്ചോ. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എഴുതിക്കോളത്. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ എഴുതുക, ധൈര്യമായിട്ട് എഴുതിക്കോ. ഓക്കെ. ഇനി സമ്പന്നരെല്ലാവരും നല്ലവരാണെന്ന് പറയാം. നമ്മള് സമ്പന്നർ നല്ലവരാണ്, സമ്പന്നരെ ബഹുമാനിക്കും എന്നും പറയുക. ഞാൻ സമ്പന്നരെ ബഹുമാനിക്കുന്നു, സമ്പത്തിനെ ഞാൻ സ്നേഹിക്കുന്നു. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുക ബുക്കിൽ. ഇപ്പോ എന്നിട്ട് നിരന്തരം പറയുക. ഈ സംഭവം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ആ പഴയ ബിലീഫ് സിസ്റ്റം ഇല്ലേ, അതൊക്കെ തകർന്ന് അങ്ങോട്ട് പോകും. ആ പഴയത് പോയിട്ട് പുതിയത് വരും നമ്മളിലേക്ക്. പുതിയത് വരുമ്പോ നമ്മുടെ ചിന്താഗതികൾ മാറുമ്പോ നമ്മളിലേക്ക് വരുന്ന ആളുകള്, സാഹചര്യങ്ങള് എല്ലാം ഇതുമായിട്ട് മാച്ചായിട്ടുള്ള വരും. അങ്ങനെ നമ്മളിലേക്ക് ഈ പറയുന്ന പണമൊക്കെ പെട്ടെന്ന് വരികയും ചെയ്യും. അത് കഠിനമല്ലാതെ എളുപ്പത്തിൽ വരികയും ചെയ്യും. ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോഴുള്ള ബിലീഫ് സിസ്റ്റം തകർക്കുക. തകർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ദൂരത്തേക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ആഗ്രഹിച്ചില്ല. നിങ്ങളിപ്പോ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഓക്ക് മരത്തിന് 100 അടി ഉയരാൻ പറ്റും. നിങ്ങൾക്കറിയാലോ, 100 അടിയൊക്കെ ഉയരാൻ പറ്റും വിചാരിക്കാം. പക്ഷെ ഈ ഓക്ക് മരം ഒരു മനുഷ്യനാണെങ്കിൽ ഈ ഓക്ക് മരത്തിന് വെറും 10 അടി മാത്രമേ ഉയരാൻ പറ്റുള്ളൂ. ഓക്കെ. കാരണം എന്താന്ന് വെച്ചാല് മനുഷ്യന്റെ മനസ്സിലുള്ള എനിക്ക് ഇത്രയേ പറ്റുള്ളൂ എന്നുള്ള ചിന്താഗതി മാറ്റണം. എന്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയേ പറ്റുള്ളൂ, എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന ചിന്താഗതി മാറ്റുക. ധൈര്യപൂർവ്വം ഇനി നിങ്ങൾ പുതിയത് പറയുക. പുതിയതായ കാര്യം പറയാം. ഞാൻ സമ്പന്നനാകും, സമ്പത്ത് ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും, സമ്പന്നനാകാൻ എനിക്ക് യോഗ്യതയും അർഹതയും ഉണ്ടെന്ന് പറയുക, നിരന്തരം പറയുക. ഓക്കെ. ഇതിന് പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാം, നന്ദി പറയാം. ഓക്കെ. നിങ്ങളൊന്ന് മനസ്സിലായെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ തമ്പ് വിട്ടുപോകും. എനിക്ക് അടുത്ത കൂടെ പോയി പോകാനാണ്. അപ്പൊ ഫോർഗീവ് ചെയ്തു. ഞാൻ ക്ഷമ ചോദിച്ചു, പണത്തെ ഞാൻ ഫോർഗീവ് ചെയ്തു. ഇങ്ങനെ ഫോർഗീവ് ചെയ്യുമ്പോ എന്താ നടക്കാന്ന് വെച്ചാല് നമ്മളുള്ളിൽ ഇതൊക്കെ ഇല്ലേ, ഡിലീറ്റ് ആയി പോകും. ഈ പറഞ്ഞ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഡിലീറ്റ് ആയി പോകും. ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലിയർ വെർഷൻ വരും. നമ്മൾ ക്ലിയർ ആയി വരും. മനസ്സിലാവണില്ല, ആരും കേൾക്കണ്ടല്ലോ നമുക്ക്. ഡിലീറ്റ് ആയി പോകണം എന്നുള്ളതൊക്കെ ഡിലീറ്റ് ആയി പോകും. ഡിലീറ്റ് ആയി പോകുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കര ക്ലിയർ ആവും. ക്ലിയർ ആൻഡ് പ്യൂർ ആയി മാറും. മൈൻഡ് പ്യൂർ ആയി. ഇനിയാണ് നമ്മളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. പ്യൂർ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും എനിക്ക് ഒരു പ്രശ്നമുണ്ട്, എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടാവുമല്ലോ. എന്താ വെച്ച് കഴിഞ്ഞാല്
ഒന്നാമത്തെ കാര്യമാണ് കമ്പയറിങ്, മറ്റുള്ളവരുമായിട്ട് കമ്പയറിങ് ചെയ്യുക. ഒരു സമ്പന്നനെ കാണുമ്പോൾ നമ്മളപ്പോൾ പറയും, അയ്യോ എന്റെ കാലത്ത് സമ്പത്തില്ലല്ലോ ചിന്ത വരും നമുക്ക്. അവന് വീട്ടിൽ വലിയ കാറുണ്ട്, എന്റെ വീട്ടിൽ ചെറിയ കാറെന്ന് പറയും. ഇതും പറയും നമ്മള്. ഈ കമ്പയറിങ് എടുത്ത് കളയുക. ഓക്കെ, ഈ കമ്പയറിങ് നമുക്ക് ഒന്നും എത്തിച്ചു തരികയില്ല. നമ്മളിൽ നിന്നും ഉള്ളത് കൂടി ഇങ്ങോട്ട് എടുത്തു കൊണ്ടുപോകത്തേ ഉള്ളൂ. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ ഇന്ന് ഇവർ വന്നിട്ടുള്ളത് ഒരു അനുഗ്രഹം തന്നെയാണ്. മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഇല്ലേ, ഫോണിൽ വന്നേക്കാൻ നിങ്ങൾ വിളിക്കും. ഈ ഫോൺ എന്ന് പറഞ്ഞാൽ 10,000-10,000 രൂപ കൊടുത്ത ഫോൺ കിട്ടുള്ളൂ. ഈ ഫോൺ വാങ്ങിക്കാനുള്ള ഒരു പൈസയോ എങ്ങനെ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്? നന്ദി പറയാ ഇതിനൊക്കെ നന്ദി പറയാ. ഇത്രയും ചെറിയ കാര്യത്തിനും, ചെറുതോ വലുതോ, ചെറിയതായിട്ട് പറഞ്ഞാൽ നമുക്കിപ്പോ കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, ചെവിയുണ്ട്, ഇതൊക്കെ നമുക്കുണ്ട്. നല്ല ഹെൽത്തി ബോഡി ഉണ്ട്, കേൾക്കാം കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. ഇത് നന്ദി പറയുക. ഇത്രയും മനോഹരമായ ഒരു ഹാബിറ്റ് ലോകത്തിൽ വേറെ ഇല്ല. ഈ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമില്ലേ നിങ്ങളിലേക്ക് എത്ര വേഗത്തും. ഓക്കെ, അപ്പൊ ഇത്രയും പ്യുവർ ആയ വ്യക്തി നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് കളഞ്ഞു. നിങ്ങളുടെ പഴയ ട്രോമാസിനെ ഫൊർഗീവ് ചെയ്ത് കളഞ്ഞപ്പോൾ നിങ്ങളുടെ മൈൻഡ് പ്യുവർ ആയി കഴിഞ്ഞു. ഈ മൈൻഡ് പ്യുവർ മൈൻഡിലേക്ക് കൊടുക്കുന്നത് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഞാൻ അനുഗ്രഹമുള്ള വ്യക്തിയാണ്, എനിക്ക് നന്നായിട്ട് ഇങ്ങനെ പറയും. ഇങ്ങനത്തെ നല്ല പോസിറ്റീവ് വാക്കുകൾ ഡെയിലി പറഞ്ഞ് ഇതിനുള്ളിലേക്ക് കിടക്കും. ഇവിടെ കിടക്കുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. മൈൻഡിലേക്ക് എന്തെങ്കിലും ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ, മറ്റേ നമ്മുടെ വിത്തുകൾ പാകി കഴിഞ്ഞാൽ ഈ വിത്തുകൾക്കുള്ള അനുസരിച്ച് ഇങ്ങനെ പുറത്തേക്ക് പോവുള്ളൂ. ഇങ്ങോട്ട് കൊടുക്കുന്ന എന്താണോ അത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ കൊടുത്തത് നല്ല ഫീഡാണ്, നല്ല സമ്പത്ത്, ആരോഗ്യം കൊടുത്തു വന്നപ്പോ നമുക്ക് അതനുസരിച്ചുള്ള സംഭവം വരുന്നു നമുക്ക്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ മൈൻഡിലേക്ക് കൊടുക്കുന്നത് ഇങ്ങനെ നല്ല സമ്പത്തുണ്ട്, ഞാൻ ഇവിടെ സമ്പന്നനാണെന്ന് ചിന്തിച്ചു തുടങ്ങിയത് ഇങ്ങനായി. അപ്പോ സമ്പത്ത് നമ്മളിലേക്ക് വരും. നല്ല ഹെൽത്തി ഉള്ള ആളെന്ന് പറയുമ്പോൾ ഹെൽത്ത് വരും, റിലേഷൻഷിപ്പ് ആളെന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് വരും. അങ്ങനെ നമുക്ക് എന്താ ആവശ്യമുണ്ടോ അത്. ഈ മൈൻഡ് എന്ന് പറഞ്ഞാൽ കാന്തം. എവറി ആക്ഷൻ ഹാസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അറിയാലോ, ഏതൊരു പ്രവർത്തനത്തിനും അതിന്റെ തുല്യവും വിപരീതമായ പ്രതിപ്രവർത്തനമുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ന്യൂട്ടൺ സ്പിയർ ലോ ആണ്. അതുപോലെ തന്നെ മൈൻഡിലേക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഇത് വരെയുള്ളത് നമ്മളിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് സമ്പന്നൻ ആവാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം വെച്ച് കഴിഞ്ഞാൽ തിങ്ക് ഈ പറഞ്ഞ സമ്പന്നായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുക. ഓക്കെ, സമ്പന്നായിട്ട് നിങ്ങൾക്കൊരു സമ്പന്നനാകണമെങ്കിൽ, പണക്കാരനാകണമെങ്കിൽ, റിച്ച് ആണെങ്കിൽ തിങ്ക് നമ്മളെ മൈൻഡിലേക്ക് ഞാൻ സമ്പന്നനാണ് എന്ന് പറയുക മാത്രമല്ല, അതുപോലെ നിങ്ങൾ നടപ്പും നിൽപ്പും എല്ലാതും അതുപോലെയാക്കി മാറ്റാം. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിയിലെ ഒരു സമ്പന്നൻ എന്ന് പറഞ്ഞില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ സമ്പന്നൻ, നിങ്ങൾക്ക് ആരാണ് റോൾ മോഡല്? ആ റോൾ മോഡൽ ആയ വ്യക്തിയെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അങ്ങോട്ട് ആവാഹിക്കുക. ഈ ആളായിട്ട് നിങ്ങൾ മാറുക. എന്നിട്ട് ഈ ആളുടെ ഹാബിറ്റുകളോ ഇയാളുടെ മൈൻഡ് സെറ്റോ ഒക്കെ നിങ്ങൾ കണ്ടെത്തി ഇതുപോലെ നിങ്ങൾ മൈൻഡ് സെറ്റ് ആക്കി മാറ്റുക. ഇയാൾ മനസ്സിലുള്ള ചിന്ത വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പണമുണ്ട് കയ്യിൽ, പക്ഷെ ഇദ്ദേഹവും നിങ്ങളും മനുഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ മൈൻഡ് നിങ്ങളുടെ മൈൻഡ് ഒരു മൈൻഡ് തന്നെയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ട്. ഈ പണമുള്ളത് ഇദ്ദേഹത്തിന്റെ കയ്യിലല്ല, പോക്കറ്റിലല്ല, പേഴ്സിലല്ല, ബാങ്കിലുണ്ടാവും, സമ്മതിച്ചു. പക്ഷെ ഈ ഒരു മൈൻഡിന്റെ ഉള്ളിൽ ഇയാൾ സമ്പന്നാണ് ചിന്ത അവിടെ ഉണ്ട്. ഇതേ ചിന്ത നിങ്ങൾക്ക് വരണം. നിങ്ങളുടെ ബാങ്കിലും അത്രയും പണമുള്ളത് പോലെ നിങ്ങൾ കാണുക. ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ കാണുക. ചെയ്തു നോക്കുക. നിങ്ങൾ ഈ സംഭവം ചെയ്തു നോക്കുക. നിങ്ങൾ നിങ്ങളെ പറ്റിക്കുക. ഞാനെന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾ പറ്റിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ പോലെ സമ്പന്നായിട്ട് നിങ്ങൾ അഭിനയിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ആരാണ് ആള് നിങ്ങൾ ആവാഹിക്കുക. ഓക്കെ, ആ ആള് തന്നെ വേണമെന്നില്ല. നിങ്ങളൊരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും സമ്പന്നാകുമെന്നുള്ള ചിന്തകളില് അതുപോലെ തന്നെ നിങ്ങൾ ആവാഹിച്ചാൽ മതി.
ഇപ്പൊ 5 വർഷം കഴിഞ്ഞ് ഞാൻ ഇത്രയും വലിയ വീട് വെക്കും, ഇത്ര വലിയ കാർ വാങ്ങിക്കും, ഇത്ര വലിയ സമ്പത്ത് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയില്ലേ, അതേ വ്യക്തി തന്നെയാണെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ അനുഭവിച്ചു. അപ്പൊ എന്തൊക്കെ ചേഞ്ച് വരുന്ന വെച്ചാൽ, ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് മാറ്റുക, മൈൻഡ് സെറ്റ് മാറ്റി. ഞാൻ സമ്പന്നം എന്ന് പറഞ്ഞു. സെക്കൻഡ് കാര്യം മൈൻഡ്. സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡ്രസ്സിങ് സ്റ്റൈല് സമ്പന്നർ എടുക്കുന്ന ഡ്രസ്സിങ് സ്റ്റൈൽ എടുക്കുക. തേർഡ്, സമ്പന്നർ ഡെയിലി അവർ നേരത്തോടെ എണീക്കുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, അവര് നമ്മളെ പഠിക്കുന്നു, നിരന്തരം പുസ്തകങ്ങൾ വായിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവര്. ഇതേ രീതി നിങ്ങളും ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, പുതിയ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു, പുതിയതായിട്ടുള്ള മാറ്റത്തിനനുസരിച്ച് അവർ മാറുന്നു. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇതുപോലെ സമ്പന്നമായി മാറും. ഈ സംഭവം വെറുതെ അങ്ങോട്ട് പറയുന്നതല്ല, ഏറ്റവും എഫേർട്ടബിൾ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കാര്യം കൂടിയാണ് അത്. മനസ്സിലാക്കുക, എല്ലാവരും ചെയ്യുക. നിങ്ങൾക്ക് സമ്പന്നാണ് ആഗ്രഹമുണ്ട്, സമ്പന്നാവണം, സമ്പന്നാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു 3 മാസം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മാറണമെന്ന് തന്നെ കാണാൻ പറ്റും. ഞാൻ ഉറപ്പ് പറയുന്നു. നിങ്ങൾ ഒരു നെഗറ്റീവ് ഇല്ലാതെ നിങ്ങൾ മൈൻഡിലേക്ക് എന്നെ ഞാൻ കുറ്റപ്പെടുത്താതെ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്താതെ നിങ്ങൾ ഇതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിലേക്ക് പണം പല വഴികളിലൂടെയും വരും. ഇതെന്റെ അനുഭവം കൂടിയാണ്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട് നിങ്ങൾക്ക് പണം വരും. അത് എവിടെ അറിയാൻ പറ്റില്ല, പലപ്പോഴും ഇങ്ങനെ പണം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. പണക്കാരനാവുള്ള ഏറ്റവും വലിയ മെത്തേഡ് തിങ്ക് റിച്ച്. ചിന്തിക്കുക, സമ്പന്നായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. അത് ചിന്തകൾ എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആണ്. കാരണം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുവോ ആ ഒരു കാര്യം നിങ്ങൾക്ക് നേടാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം ചെയ്തു. നെക്സ്റ്റ് കാര്യം വെച്ചാൽ ഇതിൽ കൂടെ തന്നെ ഏടാൻ കാര്യം വെച്ചാൽ സെൽഫ് ലവ് ആണ്. പലർക്കും സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റും ഭയങ്കര കുറവാണ്. സെൽഫ് റെസ്പെക്ട് ഇല്ല, സെൽഫ് ലവ് ഇല്ല. എന്നെ എവിടെ പോലും താഴ്ത്തി കെട്ടുന്നു, ഞാൻ വളരെ ചെറുതാണ്, അവനേക്കാൾ ചെറുതാണ് ഞാൻ, ഇവനേക്കാൾ ചെറുതാണ് ഞാൻ, എൻ്റെ കുടുംബം ഇങ്ങനെയായിപ്പോയി, ഞാൻ ഫാമിലി പരമായി ഇങ്ങനെയായി, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയായിപ്പോയി, മക്കൾ ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുക, നമ്മളിങ്ങനെ കുറച്ച് കാണിക്കുക, അങ്ങനത്തെ സംഭവം നമുക്കുണ്ട്. ബ്ലെയിം ചെയ്യരുത് നമ്മൾ ഒരിക്കലും. ഓക്കെ, കുറ്റപ്പെടുത്തരുത്. നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞു, ലോകത്തുള്ള പലരും കുറ്റം പറഞ്ഞു നമ്മൾ. പക്ഷെ നമ്മളെ കുറ്റം പറയരുത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മൂപ്പർക്ക് അത് അറിയില്ല എന്താന്നുള്ളത്, അതൊക്കെ വിഷമാവത്. അപ്പൊ എന്താ ചെയ്യും, നമ്മുടെ മൈൻഡ് വെച്ചാൽ കാന്താണല്ലോ, കാന്തം പോലെ ഇതുപോലെ അട്രാക്ട് ചെയ്യും നമ്മളിലേക്ക്. കുറ്റങ്ങളും കുറവുകളൊക്കെ നമുക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ എന്താണ് ലൈക്സ് അട്രാക്ട് ലൈക്സ്, ലൈക്സ് അട്രാക്ട് ലൈക്സ്. അതുപോലെ നിങ്ങൾ കുറ്റമാണ്, ബ്ലെയിമാണ് ഇങ്ങനെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളിലേക്കും വരുന്നതും ഇതേപോലത്തെ കാര്യം തന്നെ ആയിരിക്കും. ഓക്കെ, വിത്തുകൾ പാകിക്കാനുള്ള അനുസരിച്ചുള്ള ഫലം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ പറഞ്ഞ കേട്ടുള്ളൂ, കുറ്റപ്പെടുത്തരുത്, കമ്പയർ ചെയ്യരുത്. ഞാൻ ചെറുതാണെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും പറയരുത്. ഇനി നിങ്ങൾ പറയേ വേണ്ട. ഞാൻ പോരാ, എൻ്റെ ഫാമിലി ഇങ്ങനെയായി പോയി, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയായി പോയി, മക്കൾ ഇങ്ങനെയായി പോയി എന്ന് പറയരുത്. അത് ഇനി നമുക്ക് വേണ്ട. ഇത്രയും കാലം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇനി നമുക്ക് വേണ്ടത് അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോവും. ഫസ്റ്റ് പറഞ്ഞാൽ സമാധാനം പോവും. പിന്നെ നമ്മുടെ ഈ ഭാഗ്യങ്ങളൊക്കെ പോകും. ഇതൊരു ഭാഗ്യമാണ് നമുക്ക്. ഈ ഭാഗ്യം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അപ്പൊ മൈൻഡിലേക്ക് കൊടുക്കുന്ന നല്ല നല്ല വിത്തുകളായിരിക്കണം. നിങ്ങനെ പറയാ, എനിക്കിപ്പോ ഉള്ളത് നന്ദി പറയാം. ഇപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെയുള്ളത് നന്ദി പറയാം. ഇനിയിപ്പോ വേറെ കാര്യം പറഞ്ഞാൽ ഇല്ലാത്ത സംഭവങ്ങളും അതും നന്ദി പറഞ്ഞു, അതുള്ള പോലെ നന്ദി പറഞ്ഞു. നമുക്കിപ്പോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ചെറിയ കാറാണെങ്കിൽ, ചെറിയ എന്ന് പറയുന്നില്ല, എനിക്കിപ്പോ ചെറിയ കാറേ ഉള്ളൂ, അപ്പൊ വലിയ കാറ് വേണമെന്ന് ആ വലിയ കാറുള്ള പോലെ നന്ദി പറയാം. ബൈക്ക് ഇല്ലെങ്കിൽ ബൈക്കുള്ള പോലെ നന്ദി പറയുക. വീടില്ലെങ്കിൽ വീട് ലഭിച്ച പോലെ നന്ദി പറയുക. ഇതുപോലെ ചെയ്ത് നോക്കിക്കോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇതൊക്കെ താനേ വരും, പെട്ടെന്ന് വരും. അത് പ്രത്യേകത അത്രയും പവർഫുൾ ആയി വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വരും. ആ ഒരു നെഗറ്റീവ് ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരുന്ന സംഭവം പോസിറ്റീവ് ആയിരിക്കും. അത് ഒരു മിറാക്കിൾ പോലെ നിങ്ങൾക്ക് വരും. ഇപ്പൊ നിങ്ങൾക്ക് അത് വ്യക്തികൾ വരും, സാഹചര്യങ്ങൾ വരും, സന്ദർഭങ്ങൾ വരും, സംഭവങ്ങൾ വരും. ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾ തിങ്ക് റിച്ച്, ബ്ലെയിം ചെയ്യരുത്. ഉള്ളതിൽ നന്ദി പറയുക, ഇല്ലാത്തത് ഉള്ളതുപോലെ നന്ദി പറയാൻ ശ്രമിക്കുക. നമ്മുടെ ബൈബിളിലൊരു വാചകമുണ്ട്, എന്താണെന്നറിയോ? ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന്
ഉള്ളത് പോലും എടുക്കപ്പെടുന്നു പറഞ്ഞ കാര്യമുണ്ട്. എന്താ പറഞ്ഞ അവിടെ? ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ നന്ദി പറയുന്നത്, നന്ദി ഉള്ളവന് ദൈവം വാരിക്കോരി കൊടുക്കും, നന്ദി ഇല്ലാത്തവന് അവന്റെ കയ്യിൽ നിന്നും ഉള്ളത് പോലും എടുക്കപ്പെടും എന്നാണ് ബൈബിളിൽ പറയുന്നത്. ബൈബിളിൽ റെഫറൻസ് ഒക്കെ ഇതിനെ പറ്റിയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നന്ദി പറയുക. നന്ദി പറഞ്ഞ് നിങ്ങളിലേക്ക് കുറേ കാലം വരും. ഓക്കെ, മനസ്സിലായോ? ഇനി ഞാൻ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞുതരാം. ലാസ്റ്റ് പോയിന്റ് നിങ്ങളെ ഒരിക്കലും ഇത് ഈ ഒരു കാര്യം വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നല്ല. ചിലപ്പോ നിങ്ങൾക്ക് ഡൗൺഫോൾ ഒക്കെ വരും. എനിക്കറിയാം ഡൗൺഫോൾ വരും, മനുഷ്യനാണ്, അതൊക്കെ നമുക്കുള്ളത് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് നിങ്ങൾ പവർഫുൾ നിൽക്കാൻ ശ്രമിക്കാം. അത് യൂണിവേഴ്സിന്റെ ഒരു ടെസ്റ്റ് മാത്രമാണെന്ന് മനസ്സിലാക്കാം. യൂണിവേഴ്സ് നമുക്ക് ചെറുതായിട്ട് ഒരു ഡൗൺ ഒക്കെ തരും. ഈ സമയത്ത് നിങ്ങൾ അവിടെ പവർഫുൾ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഡൗൺഫോൾ മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോ നമ്മളുടെ ഈ പറയുന്ന യൂണിവേഴ്സിന്റെ ഈ ഡൗണിൽ നിന്ന് നമ്മൾ കരകയറുക്കും. അപ്പൊ മീൻസ് പ്രശ്നങ്ങൾ വരുന്ന പറയല്ലേ, പ്രശ്നങ്ങൾ വരും, സ്വാഭാവികമാണ്. പക്ഷെ ഈ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് ഈ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിക്കണം അപ്പൊ തന്നെ. അല്ലാതെ പ്രശ്നങ്ങൾ വന്നു ഞാൻ ഇങ്ങനെ പെട്ടുപോയെന്ന് പറഞ്ഞോണ്ടിരിക്കാതെ ഇറങ്ങിത്തിരിക്കാം. അത് ജസ്റ്റ് പ്രശ്നമല്ലത്, അതൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾ എവിടെ എത്തും, നിങ്ങൾ ഇവിടെ നിർത്തുമോ നിർത്താതെ മുന്നോട്ട് പോകുമെന്നുള്ള യൂണിവേഴ്സിന്റെ ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് കരകയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കാര്യം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഉയർച്ച വരും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഇതിട്ടേക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം. അപ്പോൾ ഇത്രയും ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് തിങ്ക് റിച്ച്. നിങ്ങളുടെ ചെറിയ ചിന്തയില്ലേ, പറഞ്ഞ ആ മീനിന്റെ കഥ പറഞ്ഞില്ലേ ഞാൻ, അതുപോലെ നിങ്ങൾ ആവരുത്. മാതാപിതാക്കൾ പോയ വഴിയിലല്ല പോകേണ്ടത്. അവർ പോയ വഴി പോയി അവർ എൻഡായി, അവരവിടെ നിന്നു. അവര് ലൈഫിൽ ഞാൻ ഫെയിലിയർ എന്ന് പറയുന്നില്ല, സക്സസ് ആയിട്ടില്ലല്ലോ, അപ്പൊ അവരവിടെ നിന്നു. പക്ഷെ നമുക്ക് അവരെക്കാൾ ദൂരം കൂടുതൽ പോകാൻ പറ്റും. ഈ ഓക്കുമരം പോലെ ഒരു ഓക്കുമരം ഉണ്ട്, ഓക്കുമരം 100 അടി പോകാൻ പറ്റും. ഇത് മനുഷ്യനാണെങ്കിൽ 10 അടി പോകാൻ പറ്റുള്ളൂ. നമ്മൾ അതുപോലെ ആവരുത്. നമുക്ക് പൂർണ്ണമായിട്ട് 100 അടി പോകാൻ പറ്റുന്ന ചിന്തയിൽ പോവാം. നമ്മളെ കൊണ്ട് മാറാൻ പറ്റും, നല്ല മാറ്റം മാറാൻ പറ്റും. കാരണം നമ്മളുടെ പവർ അത്രയും മനോഹരമാണ്. ഓക്കെ, ഈ മനോഹരമായ പവറിനെ യൂസ് ചെയ്യുക. നിങ്ങളിലേക്ക് പരിധികളില്ലാതെ പണം വരുന്നുകൊണ്ടേയിരിക്കും പല വഴികളിലൂടെയും. ഓക്കെ, ഈ JP സാറ് വലുതായിട്ടുണ്ടെങ്കിൽ പറയുന്നത്, ഇത് JP സാർ അനുഭവിച്ചിട്ടുണ്ട്. അത്രയും വലുതില്ലെങ്കിലും കിട്ടിയിട്ടുണ്ട് പണങ്ങളൊക്കെ. പണം വരും, ബിസിനസിന്റെ ഓണേഴ്സ് വരും, ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് വരും, ബിസിനസിന് എന്താവശ്യമൊക്കെ വരും. നിങ്ങൾ ഇറങ്ങൂലേ, നിങ്ങൾ പോകുന്ന സ്ഥലക്കില്ലേ, തൊടുന്നതൊക്കെ പൊന്നു പറല്ലേ, അതാവും മാറും. തൊടുന്നതൊക്കെ പൊന്നായി മാറും നിങ്ങൾ. അതുകൊണ്ട് തിങ്ക് റിച്ച്, തിങ്ക് പോസിറ്റിവിറ്റി, നോട്ട് ബ്ലെയിം ചെയ്യാതെ നിങ്ങളിലേക്ക് നോക്കിയിട്ട് നിങ്ങളുള്ളിൽ ഇത്രയും കഴിവുണ്ടെന്ന് പറയുക. ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ മതിയുള്ളവനാണ്, ഞാൻ പൂർണ്ണനാണെന്ന് പറയുക. ഒരു കുറവും പറയരുത് അവിടുന്ന്. ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ജനിച്ചു പോയി, ഇങ്ങനെ ജയിച്ചു എന്ന് പറയരുത്. നല്ല സീഡ് വിത്ത് കൊടുക്കും ഉള്ളിലേക്ക്. നല്ല വിത്ത് കൊടുക്കുമ്പോൾ നല്ല ഫലം കിട്ടും. അപ്പോ ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ പഠിക്കുന്നത് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു. മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള നെഗറ്റീവ് ചിന്താഗതികൾ മാറ്റുമ്പോൾ നമ്മളിലേക്ക് പണം വരുന്നു പറഞ്ഞു. നെഗറ്റീവ് മാറ്റണമെങ്കിൽ ഫൊർഗീവ് എന്ന് പറഞ്ഞു. ഫൊർഗീവ്നെസ് ചെയ്യണം, മീൻസ് ഹോപ്പ് ചെയ്യാം, ഫൊർഗീവ് ചെയ്യാം. പഴയ ബിലീഫ് സിസ്റ്റത്തെ മാറ്റിയിട്ട് പുതിയ ബിലീഫ് സിസ്റ്റം കൊണ്ട് കൊടുക്കുന്നതിനാൽ നമുക്കിത് ക്ലിയർ ആയി മാറി കൊടുക്കാം. ക്ലിയർ ആയി. ഇനി ക്ലിയർ ആയ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക? നല്ല വിത്ത് കൊടുക്കണം, മീൻസ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണ് ഉള്ളത് അതിൽ നന്ദി പറയുക. നന്ദി പറഞ്ഞ് ഇവിടെ ഫുള്ള് അബണ്ടൻസ് ആയി മാറും, സമൃദ്ധിയായി മാറും. സമൃദ്ധി അട്രാക്ട് സമൃദ്ധി, ആ സമൃദ്ധി വന്നിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിങ്ക് റിച്ച് ആയിട്ട് അങ്ങോട്ട് അഭിനയിക്കാം. ഞാൻ പണക്കാരെന്ന് അഭിനയിക്കാം. അപ്പൊ അതുപോലെ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കി മാറ്റുക. സംസാര രീതി, ഡ്രസ്സിങ്, ഐ കോണ്ടാക്ട്, ഹെയർ സ്റ്റൈല്, ലുക്ക് എല്ലാം ഇതുപോലെ മാറ്റുക. ഇനി പറഞ്ഞ സെൽഫ് ലവ് പറഞ്ഞു. സെൽഫായിട്ട് നമ്മൾ ബ്ലെയിം ചെയ്യാതെ സെൽഫ് റെസ്പെക്ട് ചെയ്യാം. നമ്മൾ വിളിക്കുന്ന സെൽഫായിട്ട് കുറ്റപ്പെടുത്താനോ കമ്പയർ ചെയ്യാൻ നിൽക്കാതെ നമ്മളിലേക്ക് നോക്കിയിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് അവിടെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞത് അല്ല, യൂണിവേഴ്സിന്റെ ഈ പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അവിടെ നിങ്ങൾ കൈവിടിയാതെ മുന്നോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ ആ ഭാഗവും ക്ലിയർ ആയി മാറും. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയോ മക്കളെ?
അപ്പോൾ ഇത്രയുമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിന്റെ ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരും. ഇനിയും ക്ലാസ്സുകൾ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, എന്തായി? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആയെന്ന് ചോദിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഓൾ. ബൈ, ടേക്ക് കെയർ.